ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു എരിശ്ശേരിയാണ്. മത്തങ്ങ വൻപയർ വറുത്തെരിശ്ശേരി. ഒരു സദ്യ വിളമ്പുമ്പോൾ അതിൽ പ്രധാനമായും കാണേണ്ട ഒരു വിഭവം കൂടിയാണ് എരിശ്ശേരി. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കാം. ഈ മൺചട്ടിയിലാണ് നമുക്ക് എരിശ്ശേരി തയ്യാറാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് അളവിൽ വൻപയർ കുതിർത്തെടുത്തതാണ്, അതാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള മത്തങ്ങയാണ് അഥവാ മത്തൻ. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കാനാണെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു 4 വിസിലൊക്കെ അടുപ്പിച്ചെടുത്താൽ തന്നെ നമുക്ക് എല്ലാം വെന്ത് കിട്ടും. ഇതിപ്പോൾ ചട്ടിയിലായതുകൊണ്ട് തന്നെ ഒരു അല്പനേരം വേവിച്ചെടുക്കേണ്ടി വരും. ഒരു 15 മിനിറ്റ് എന്തായാലും നമുക്ക് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഓക്കെ, ഇതിവിടെ ഇരുന്ന് വേവട്ടെ. നമുക്ക് ഇനി ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങയിലേക്ക് ഒരല്പം ജീരകവും 3 പച്ചമുളകും ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കരുത്. ചെറിയ തരികളോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ വൻപയറും മത്തനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുക. ഈ സമയത്ത് ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. അതിലേക്ക് ചെറിയൊരു തിള വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള താളിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ താളിപ്പ് തയ്യാറാക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒരല്പം കടുകും കറിവേപ്പിലയും പൊട്ടിച്ചിട്ട് ഒരു പിടി തേങ്ങ കൂടി അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ തേങ്ങ വറുത്തെടുക്കുന്നത് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അതുകൂടി ചേർത്താലേ ഈ എരിശ്ശേരി പൂർണ്ണമാകുള്ളൂ. തേങ്ങ വറുത്ത് ചേർക്കാതെ തയ്യാറാക്കുന്ന എരിശ്ശേരിക്ക് അതിൻ്റേതായ ആ കുറവ് നന്നായിട്ട് തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരല്പം കൂടിയാലും ശരി തേങ്ങ വറുത്ത് ചേർക്കുന്നത് നിർബന്ധമാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് നമ്മുടെ താളിപ്പ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി വെന്ത് വന്നിട്ടുള്ള ആ കൂട്ടിലേക്ക് ഇതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ മത്തങ്ങ വൻപയർ വറുത്തെരിശ്ശേരി ഇവിടെ റെഡിയാണ്. എരിശ്ശേരിയൊക്കെ എല്ലാവരും തയ്യാറാക്കുന്ന വിഭവം തന്നെയാണ്. എന്നാലും ഇനിയും തയ്യാറാക്കാൻ വൈകി പോയവരുണ്ടെങ്കിൽ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടമാവുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, യുവർ കമൻറ്റ്സ് ആർ വാല്യുബിൾ. സോ പ്ലീസ് താഴെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളത് അറിയിച്ചേക്കണം. എന്നാൽ ശരി, അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ.